2014 ഫെബ്രുവരി 1 1435 റബീഉൽ ആഖിർ 1. സമയം ഉച്ച കഴിഞ്ഞ് 3:40 രാജ്യാതിർത്തികൾ ഭേദിച്ച് കൊടുങ്കാറ്റു വേഗത്തിൽ ആ വാർത്ത പരന്നു. സുന്നികളുടെ അജയ്യനായ അമരക്കാരൻ, വൈജ്ഞാനിക ലോകത്തെ പൊൻകിരീടം, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങൾ ഭൗതിക ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. അവസാനമായി പ്രിയ നേതാവിന്റെ ചാരയണയാൻ ജനലക്ഷങ്ങൾ എട്ടിക്കുളത്തേക്ക് ഒഴുകിയെത്തി. ആദർശം ആരുടെ മുമ്പിലും പണയപ്പെടുത്താൻ തയ്യാറല്ലെന്ന ഉറച്ച പ്രഖ്യാപനവുമായി ജനലക്ഷങ്ങൾക്ക് നേർവഴി വെട്ടിക്കൊടുത്ത താജുൽ ഉലമ അന്ത്യനിദ്രയിലായി കിടക്കുന്നു. ആ സന്നിധിയിലേക്ക് ആദർശ പോരാട്ട വഴിയിലെ പ്രിയപ്പെട്ട സഹയാത്രികൻ, ഉള്ളാൾ തങ്ങളുടെ പ്രിയപ്പെട്ട AP ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കയറി വരുന്നു. വികാരഭരിതമായ നിമിഷങ്ങൾ. തനിക്ക് താങ്ങും തണലുമായി നിന്ന പ്രിയ നേതാവിന്റെ വിയോഗത്തിൽ ഇടർച്ചയ്ക്ക് ഇടം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഖമറുൽ ഉലമ, സുന്നി കൈരളിയിലെ ആദർശ പോരാട്ടങ്ങളിലെ സുവർണ ഘട്ടങ്ങൾ ഓർമ്മകളിലേക്ക് ഓടിയെത്തിയ ശോകാർദ്രമായ നിമിഷങ്ങൾ. എത്ര കഠിനമായ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നാലും ആദർശത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കാത്ത ധീരനായ പണ്ഡിത ശ്രേഷ്ഠൻ, പറച്ചിലുകൾക്കും പ്രവൃത്തികൾക്കുമിടയിൽ ഏറ്റവ്യത്യാസങ്ങൾക്കിടം നൽകാത്ത ആത്മീയ വഴികാട്ടി, വിശ്വാസി ലക്ഷ്യങ്ങൾക്ക് എല്ലാമായിരുന്നു താജുൽ ഉലമ. ശിഷ്യഗണങ്ങളുടെ വാഗ്ധാരണകളിൽ വിരിഞ്ഞ മഹാത്മ്യമല്ല, മറിച്ച് അതിസൂക്ഷ്മമായ ജീവിതം കൊണ്ട് നേടിയെടുത്ത ജീവിത പരിശുദ്ധിയാണ് താജുൽ ഉലമയെന്ന പ്രകാശത്തിലേക്ക് വിശ്വാസികളെ ആകർഷിപ്പിച്ചത്. താജുൽ ഉലമയുടെ തണലിൽ ഖമറുൽ ഉലമ നടത്തിയ ആദർശ വിപ്ലവം അതിജയിക്കാൻ ഒരാൾക്കുമാവില്ല. കണ്ണിയത്തുസ്താദിനെ പോലുള്ള മഹാന്മാരായ ഗുരുവര്യന്മാരുടെ പ്രിയ ശിഷ്യനായി വളർന്ന താജുൽ ഉലമ സത്യത്തിനു മുന്നിൽ നിന്ന് ഒരിക്കലും മുഖം തിരിക്കാൻ തയ്യാറായില്ല. വ്യതിരിക്തമായ ജീവിതങ്ങളിലൂടെ ആത്മീയതയുടെ ഉന്നത ശ്രേണിയിലെത്തിയവരുമായി തങ്ങൾ എപ്പോഴും ഹൃദയബന്ധം കാത്തുസൂക്ഷിച്ചു. വേഷഭൂഷാദികൾ കണ്ട് ഒരാളുമായും തങ്ങൾ ബന്ധം സ്ഥാപിച്ചില്ല. ഒറ്റനോട്ടം കൊണ്ട് തന്നെ മനസ്സ് വായിക്കാൻ കഴിയുന്ന മഹാമനീഷിയായിരുന്നു താജുൽ ഉലമ. ബാഹ്യമൂടികളിൽ വളരെ താഴ്ന്ന രീതിയിൽ ജീവിച്ച പള്ളിപ്പടി മസ്താൻ എന്ന മഹാന്റെ പ്രാർത്ഥനയാണ് തന്നെ ഉള്ളാളത്തേക്ക് അയച്ചതെന്ന് തങ്ങൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നതിവിടെ സ്മരണീയമാണ്. ജീവിതകാലത്തു തന്നെ നിരവധി കറാമത്തുകൾ തങ്ങളിൽ നിന്നും പലർക്കും അനുഭവേദ്യമാണ്. 1956 സെപ്റ്റംബർ 20 കണ്ണിയത്തുസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ യോഗത്തിലാണ് തങ്ങളെ മുഷാവറ അംഗമായി തിരഞ്ഞെടുത്തത്. അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന സമസ്ത വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 1976 നവംബർ 29 തിരഞ്ഞെടുക്കപ്പെട്ട തങ്ങൾ 1989 സമസ്ത പ്രസിഡന്റായി. ദീർഘകാലം വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റും 1992 രൂപീകരിച്ച അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശക സമിതി ചെയർമാനുമായും പ്രവർത്തിച്ച തങ്ങൾ നിരവധി പണ്ഡിതരുടെ ഗുരുവര്യരും, കാസർഗോഡ് ജാമിഅ സഅദിയ പ്രസിഡന്റും കേരള കർണാടക സംസ്ഥാനങ്ങളിലെ നിരവധി മഹല്ലുകളുടെ ഖാദിയായും ഉള്ളാൾ സയ്യിദ് മദനി അറബിക് കോളേജ് പ്രിൻസിപ്പളുമായി തങ്ങൾ സേവനമനുഷ്ഠിച്ചു. 1341 റബീഉൽ അവ്വൽ 25 വെള്ളിയാഴ്ച ഫറൂഖിനടുത്ത കരുവന്തിരുത്തിയിലാണ് തങ്ങൾ ജനിച്ചത്. പിതാവ് സയ്യിദ് അബൂബക്കർ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ അൽ ബുഖാരി, വാഴക്കാട് കൊന്നാര് തങ്ങന്മാരിൽ പ്രമുഖരായിരുന്ന അഹമ്മദ് കുഞ്ഞുള്ള തങ്ങൾ ബുഖാരിയുടെ മകൻ അബ്ദുറഹ്മാൻ ബുഖാരിയുടെ മകൾ ഹലീമ എന്ന കുഞ്ഞു ബീവിയാണ് തങ്ങളുടെ മാതാവ്. പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന കരുവന്തിരുത്തിയിലെ പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ് ഖുർആനും പ്രാഥമിക ദർസി കിതാബുകളും തങ്ങൾ ഓതിപ്പഠിച്ചത്. പിന്നീട് ജീവിതം തന്നെ ദീനീ വിജ്ഞാനത്തിനായി സമർപ്പിച്ച താജുൽ ഉലമ മരണസമയത്തും ആ പരിശുദ്ധിയും തെളിച്ചവും പ്രോജ്വലമായി തന്നെ നിലനിർത്തി. മരണസമയം വരെ ശാരീരികവും മാനസികവുമായി തങ്ങൾ ആരോഗ്യവാനായി തന്നെ കാണപ്പെട്ടു.
അവിടുത്തെ പാരത്രിക പദവി സർവാധിപൻ അത്യുന്നതങ്ങളിൽ എത്തിക്കട്ടെ. ആമീൻ. താജുൽ ഉലമ ദർസ് വാർഷികത്തിൽ നടത്തിയ പ്രഭാഷണത്തിനായി നമുക്ക് കാതുറക്കാം. النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله تعالى والسلام عليهم جميع صحابته والتابعين والتابعين التابعين الاحباب الاربعه كلهم مغفى المغفور في هذه الامه ونبتلي الى قطب الزمان سيد علي وامرمي وإخوتنا وأخواتنا أولادهم وأصحابنا وقيماننا وشيخنا وتلاميذنا ومن أحسن إلينا ومن أعاننا ومن أعان الدين. الله 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 ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടില്ല സുന്നി ജനലക്ഷങ്ങൾ തന്നെ ലാസിയ മർക്കസിലേക്ക് വണ്ടി നിർത്തിക്കുന്നു. صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه काबे के बदर तुझा तुम पे करोड़ों दुरूद तबा के शम्सो दुहा तुम पे करोड़ों दुरूद काबे के बदर तुझा तुम पे करोड़ों दुरूद तबा के शम्सो दुहा तुम पे करोड़ों दुरूद शाफ़िए रोज़े जज़ा तुम पे करोड़ों दुरूद शाफ़िए रोज़े जज़ा तुम पे करोड़ों दुरूद दाफ़िए जुमला बला तुम पे करोड़ों दुरूद या रसूल अल्लाह या रसूल अल्लाह या हबीब अल्लाह या हबीब अल्लाह النبي يا مرحبا النبي خير البشر النبي يا مرحبا النبي خير البشر من له شق القمر ونزل سلم عليه من له شق القمر ونزل سلم عليه الله 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 النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه दिल करो ठंडा मेरा वो कपे पा चांद सा सीने पे रख दो जरा तुम पे करोड़ों दुरूद जात हुई इंतिखाब मस्त हुए लाजवाब नाम हुआ मुस्तफा तुम पे करोड़ों दुरूद या रसूल अल्लाह या रसूल अल्लाह Allah 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 Allah
الله 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 النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه نور الهدى عليك صلاة مع السلام خذ بأيدينا فكنا في الأمور حائرين يا نور الهدى عليك صلاة مع فكنا في الأمور حائرين إنا يا خير الأنام جئناك الله أكبر ولله ينجينا فمن ينجينا مأوى الحائرين قد أتاك من أتاك باغتنام من رضاك نرجو حتى لن هداك يا رحمة العالمين ربنا إنا أتينا باب الحبيب الكريم فأرضي عنا وترضى في العباد المخلصين يا الله تب علينا في زمرة الصالحين بحق الحبيب قرة العينين سالمين يا نور الهدى عليك صلاة സൂര്യന്റെ പേര് കേൾക്കുമ്പോൾ സലാത്തി അല്ലാതെ ഓനക്കാളെ വലിയ വക്കീല് ലോകത്തില്ല. അപ്പം അതുകൊണ്ട് സലാത്ത് പെരുപ്പിച്ചോ, അതേ നമുക്ക് ലക്ഷ്യമുള്ളൂ. ഞാൻ ഉറുദിയൊന്നും പറയാൻ ഉള്ള അർഹതയും അവകാശവും എനിക്കില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്ത് ദീന് എന്ന് പറഞ്ഞാൽ എന്താ? അത് സുന്നത്ത് ജമാഅത്ത്. അള്ളാഹു പറഞ്ഞു ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തികരമായ ദീൻ ഇസ്ലാം ദീനാണ്. എന്താ ഇസ്ലാം ദീന്? ആ ഇസ്ലാം ദീൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ഇതെല്ലാം വിശദമായി പറയാൻ എന്നെ കൊണ്ട് കഴിയും. കാരണം ആരെ സഹായമൊന്നും വേണ്ട, എല്ലാം പറയാൻ കഴിയും. പക്ഷേ സമയം വഴിയിപ്പോയല്ലോ. മണി എത്രയായതാ? 10:30 മണി. എപ്പോഴോ ആള് കൂടിയതാ. അപ്പൊ ചുരുക്കത്തിൽ ദീൻ എന്ന് പറഞ്ഞ ഒരു നിയമം അതാണ് ദീന്റെ ധൈര്യം. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജറുൽ ഹൈതമി തന്റെ തുഹഫ എന്നീ ഫിഖഹിന്റെ വലിയ കിതാബ് 10 ജുൽദുണ്ടല്ലോ, അതിൽ ആദ്യ മുഖദ്ദിമയിൽ പറഞ്ഞത് ഇതാണ് ദീനിന്റെ ധൈര്യം, ദീനിന്റെ സാങ്കേതികമായ അർത്ഥം. അള്ളാഹുവിന്റെ നിയമമാണ്. വേറെ അതുണ്ടാക്കിയതല്ല, നബി ഉണ്ടാക്കിയതല്ല, അമ്പിമാരുണ്ടാക്കിയതല്ല, ആരതുമല്ല, അള്ളാഹുവിന്റെ നിയമം. എങ്ങനെയുള്ള നിയമം? ബുദ്ധിയുള്ള ആളുകളെ മുഴുവനും ബിദ്അത്ത് ഖൈറിലേക്ക് ക്ഷണിക്കുന്നേ. അതിന്റെ ചുരുക്കം അസ്സഅദത്തുൽ അബദിയ്യ, കാലകൊല്ലമുള്ള വിജയത്തിലേക്ക് തെളിക്കുന്ന ഒരു മതാണത്. ആ മതത്തിന്റെ അവകാശികളും അത് നടത്തുന്നവരും ആര്? അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. സുന്നത്തി റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പറഞ്ഞു പോയി. ഇന്ന് സഹാബത്തിന് പറഞ്ഞു. സഹാബത്തില്ലാതെ കഴിയില്ല.
നമ്മക്കാലത്തെയും ദീൻ തിരിയോ അള്ളാഹുവിനെ തിരിയോ ഖുർആൻ തിരിയോ ഹദീസ് തിരിയോ പറഞ്ഞ രണ്ടാളുകൾ സഹാബത്താണ്. അപ്പൊ അവരാരാ സഹാബത്ത്? ആ സഹാബത്ത് സാക്ഷികളാണ്. എങ്ങനത്തെ സാക്ഷികൾ? സാക്ഷി പറയാൻ അർഹതപ്പെട്ട് ആ സാക്ഷി പറഞ്ഞ അയാൾ ആരും നോക്കണ്ട. ആ സാക്ഷികൾ അള്ളാഹു പറഞ്ഞു. എന്താ സഹാബത്തിനെ പറഞ്ഞത് പറ്റി പറഞ്ഞത്? റളിയല്ലാഹു തആല അൻഹും വറദു അൻഹു. അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ട കക്ഷികൾ. അവർ സഹാബിയാണെന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് നോക്കണ്ട. നേരെ മറിച്ച് ഒരു ഹദീസിന്റെ സനദ് അത് റിപ്പോർട്ട് ചെയ്ത ആളുകൾ 1000 റക്അത്ത് ഒരു ദിവസം നിസ്കരിക്കുന്നവനാണെങ്കിലും 10000 സ്വലാത്ത് ചൊല്ലുന്നവനാണെങ്കിലും വലിയ ഇബാദത്തുള്ളവനാണെങ്കിലും അവനെ പറ്റി നോക്കണം. ഇവനാത് ഏതെങ്കിലും ഒരവസരത്തിൽ ഇവൻ പൊള്ളു പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, കടത്തി കൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. സഹാബിയാണെന്ന് പറഞ്ഞാൽ നോക്കണ്ട. അതൊന്നും ഇപ്പം ഞാൻ പറയാൻ നിൽക്കണില്ല. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ കോട്ടൂരിൻ്റെ ഉസ്താദിൻ്റെ വാസ്തവത്തിൽ ഇന്ന സ്വീകരിക്കാൻ ഇന്ന ബഹുമാനിക്കാനൊന്നുമല്ല. കോട്ടൂർ വിളിച്ചു പറഞ്ഞ് ഒരു ദിവസം രാവിലെ വന്നിട്ട് കാറിൽ വന്ന് അയാൾക്ക് ചൂടും പോയാണല്ലോ എപ്പോഴും ഉള്ള കുപ്പാക്ക മടിക്കറ്റി കാരണം അവിടെ വന്നിട്ട് കുലല. എന്തേ വന്നത്? ഒന്നുമല്ല, ഒരു കൊല്ലത്തെ നമ്മളെ ദർസിൻ്റെ വരുമാനം ഭക്ഷണം കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ തങ്ങളവിടെ വന്നാൽ കിട്ടും. അതുകൊണ്ട് ഒരു ദിവസം തങ്ങൾ വരണം. ഓ ഞാൻ വരാം, ഞാൻ വന്നങ്ങോട്ട് ആകുമെങ്കിൽ ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ച് ആ ദിവസം കൊണ്ടുപോയിട്ടുണ്ടാക്കി AP അവിടെ സ്വീകരണം വെച്ച്. കാരണം നമ്മളെ മാരിക്ക് അബ്ബാസ് മാരിക്ക് മുഹമ്മദ് മാരിക്ക് നബ്ബറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ആമീൻ. മുഹമ്മദ് മാരിക്ക് എന്ന് പറഞ്ഞ ആള് വലിയ അലിമാണ്. അവരെ സഹോദരനാണ് ആര്? അബ്ബാസ് മാരിക്ക്, അനുജനാണ്. അതും ചില ആൾക്ക് തിരിയില്ല, കേട്ടൊന്നും തിരിയില്ല, വലിയ ആൾക്കെല്ലാം തിരിയില്ല. അബ്ബാസ് മാലിക്ക് പല തനിക്കും ക്ഷണിച്ചപ്പോൾ മൂപ്പർ ഉത്തര എന്നൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞ് അബ്ദുറഹ്മാൻ ബുഖാരിൻ്റെ ഒരു ഇതിൽ പരിപാടി ഉണ്ട്, അത് ഞാൻ വരാതെ. അപ്പം അതിന് സമയം മാറ്റണം, എന്നാൽ ഞാൻ വരാം. അങ്ങനെ മാറ്റി. അപ്പം രണ്ടും അള്ള വേണ്ടെത്താണ് പിന്നുണ്ടാക്കാനാ. അങ്ങനെയാണ് ഇപ്പം അതും ഇതും കൂടി വന്നത്. സുബ്ഹാനല്ലാഹ്, അവരൊക്കെ അല്ലേ അയിനികൾ. അബ്ബാസ് മാലിക്ക് മുഹമ്മദ് മാലിക്ക് ഇവർ രണ്ടാളും. ഞാൻ ആദ്യം ഹജ്ജിന് പോയത് 961. അന്ന് കപ്പലിലല്ലാതെ പ്ലെയിനിൻ്റെ പ്രശ്നമേ ഇല്ല. ആ കാലത്ത് ഹജ്ജിന് പോയപ്പോൾ ഈ ഇവരെ വാപ്പിയാകുന്ന സൈദലി മാലിക്ക് എന്ന മഹാനവറുകൾ അവിടെ മദ്രസ ഹറമിൽ തന്നെ ദർശയിൽ കൊടുക്കുന്ന ആളാണ്. എത്രയോ അഴിമീങ്ങളുണ്ടാവും. ആ മഹാനവറുകൾ ഈ 2 കുട്ടികളെയും, ചെറിയ കുട്ടികളാണെങ്കിലും തബറുക്കിന് വേണ്ടി അവിടെ ഇരുത്തും. അന്നേ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഞാൻ പോകുമ്പോഴെല്ലാം സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പോകുന്നല്ലാതെ പോകാൻ എനിക്ക് കഴിയില്ല. പിന്നെ അങ്ങനെ ഒന്നായിട്ട് പോകരുമില്ല. പിന്നെ ഞാൻ 5 കൊല്ലാകുമ്പോഴേ പോയി കൊടുക്കും. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ അങ്ങനെ ആയി. ഇപ്പം 7 കൊല്ലത്തിലധികം തുടർച്ചയായിട്ട് പോകാൻ തുടങ്ങി. മുഹമ്മദ് മാലിക്ക് പിന്നെ പ്രാവശ്യം വന്നവൻ പറഞ്ഞ്, നിങ്ങൾ തങ്ങളവിടെ വരുന്നില്ലല്ലോ, നിങ്ങൾ അതെന്താ? നിങ്ങൾ ബുദ്ധിമുട്ടല്ലേ, എപ്പോഴും വന്നാൽ നിങ്ങൾക്ക് ഇണങ്ങാറല്ലേ? അല്ല, ഞാൻ ഇന്ന് വരുന്നത്. പക്ഷേ അപ്പോഴേക്കും മൂപ്പര് മരിച്ചുപോയി, ഉണ്ടായില്ല. പ്രിയ സഹോദരങ്ങളെ, ഇൽമ് വല്ലാത്ത സാധനമാണ്. ഇൽമ് ഇന്നിപ്പം ദർസ് നിറഞ്ഞ സാധനം ഇല്ല. എല്ലാവരും പറയുന്നത് ദർസുണ്ട്, കുട്ടികളില്ല. കേട്ടതാ, കുട്ടികളില്ല. ഞാൻ പറഞ്ഞു കുറച്ചായിട്ട് പിന്നീട് പറഞ്ഞ കുട്ടിക്കോ വെറും ദർസ് എന്ന് വെച്ചാൽ കുട്ടികളെ കിട്ടൂല.
പിന്നെ ദേവാ കോളേജിൽ നിന്ന് വെച്ചോ, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം കൂടുതൽ കൂട്ടിക്കോ. അല്ല അങ്ങനല്ല ഇപ്പോൾ, പണ്ടൊക്കെ അങ്ങനെ അല്ല. പക്ഷേ ഇന്നും കിട്ടുമോ? കോട്ടൂരിൻ്റെ അവിടെ എത്ര കുട്ടികളുണ്ട്? ഒരു കോളേജും അല്ല, വെറും നെർസ് മാത്രമല്ല, ഈ ചൂടും പുകയിലല്ലേ മൊബൈൽ ചെല്ലി കൊടുക്കുന്നത്. എത്ര കുട്ടികളുണ്ട്? ഇപ്പം കുട്ടികൾ സൂത്രം പഠിച്ചു എന്താ എവിടെയോന്ന് വെച്ചാൽ ഞാൻ കോട്ടൂരിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇൽമുണ്ടാവില്ല. അപ്പം ഞാൻ ചോദിക്കുന്നു എന്താ ഓതിയത് ഒന്ന് പറഞ്ഞാൽ ഒരു കിട്ടുന്നു കിട്ടൂല. അപ്പം അത് നീ പേരെടുക്കാൻ അതുകൊണ്ടൊന്നും അവർ ഓതിപ്പടിക്കണം. ഇൽമ് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ല. ഇൽമ് നൂറും യഖ്ദിഫുഹു ഫീ ഖൽബി അബ്ദിഹി, മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു പ്രഭയാകുന്നു. കിതാബും ബി മാഫി പോലല്ലോ, കിതാബിലുള്ള ഇൽമ് അവൻ്റെ ദീനിന് വേണ്ടേ? ഓർമ്മ ഉണ്ടാവുമോ? ഒരു ശരത്തരീബ് പോയി തരാൻ കഴിയുള്ളൂ. ശരത്തരീബ് ശരിയാ ഒരു കിതാബല്ലേ, അതിൻ്റെ ഖാത്തിമത്തെ പറഞ്ഞ ഇൽമ് ഇന്നുള്ള അഴിമീങ്ങൾക്ക് പറഞ്ഞു കഴിയുമോ? ചൂട്ടുള്ള പോലത്തെ ആളുണ്ടാവും, അല്ലാത്തതൊക്കെ ആർക്കും എന്ത് കിട്ടാനാ? ഒന്നും കിട്ടൂല. ഞാൻ ഒറ്റ ഒന്ന് പറയാം ഇൽമിനെ പറ്റി എന്താ പറഞ്ഞത്? അജ്സാവുല്ലൊരു മിസലാസത്തുൻ, ഇൽമിൻ്റെ അജ്സാവ് 3. എന്താണ്? അജ്സാവുല്ലൊരു തഹ്ദീബിൻ്റെ ഇബാറത്താണ് 3. എന്താ അജ്സാവുല്ലു? ഇൽമ് 3 പറഞ്ഞാൽ അതൊക്കെ ഇപ്പം ഇവരെ വെച്ച് പറഞ്ഞാൽ തീരുമോ? മൗലൂഇ മബാദി മസായിൽ, ഇത് 3 മൗലൂഇ മബാദി മസായിൽ. ഇബാറത്തന്നെയാണ് തിരിച്ച് കാണാതറിയ. ഇതിപ്പം വിവരിച്ചാൽ ചെയ്യൂ. ഇപ്പൊ ഓതാനേ കിതാബില്ലാതായിരിക്കണം. ഉള്ളാളത്തെ മുത്തബൽ ക്ലാസ്സിലുള്ള കൂട്ടർ നമുക്ക് ഖുസൂസൊന്നുമില്ല, ഒരു മുത്തബലല്ലേ ഉള്ളൂ. ആ മുത്തബലുള്ള കുട്ടികൾ ചോദിച്ച് നമ്മളെന്താ നോതണ്ടേ? നിങ്ങൾ ഹിക്കമോദിക്കണോ? അത് ഹിക്കമോദിയല്ലോ. പിന്നെന്തേ? എന്നാ യഹിയൻ്റെ 3-5 ചോദിക്കോ? അത് ഓതി. പിന്നെ എന്ത് വേണ്ടി എല്ലാം ഓദിക്കുക. എന്നാ ഞാനൊരു കിതാബ് പറഞ്ഞാൽ അക്കാണിക്കുള്ളൊരു കിതാബുണ്ട് അഖീദൻ്റെ, അത് ഓദിക്കും. ഒരു തിരഞ്ഞെടുക്കും, എവിടെയും കിതാബില്ല. കിതാബ് കിട്ടാനുമില്ല, വായ്പാൻ കിട്ടാനില്ല, കിതാബിൽ അടിയില്ല. ഒരു വന്നാൽ ആ കിതാബില്ലല്ലോ, ഞാൻ തരണ കിതാബ്. ഞാൻ പ്രൈവറ്റായിട്ട് വെല്ലൂർ നോക്കിയൊരു കിതാബിൻ്റെ അല്ലേ, ചെറുതാണ്, വലുതൊന്നുമല്ല. AP പറഞ്ഞ പോലെ എനിക്ക് സ്വന്തം കിതാബ് വാങ്ങിയിട്ട് ഓതല്ല ഞാൻ. അതാത് അതിനുള്ള കഴിവുമില്ല, ഒരാളോട് ചോദിക്കാൻ നടക്കാനും കഴിയൂല, വായ്പ വാങ്ങിയിട്ട് ഓതാ. ഞാൻ ആദ്യം ഓതിയത് പറയാൻ വരുമ്പോൾ ഇല്ലാതെ കിതാബ് വായ്പ. അപ്പോൾ ചെതർന്ന് പോയി ഒരിക്കൽ വായിക്കുമ്പോൾ. അപ്പോൾ കണ്ണി മുസ്ലിയാരാണ് ഉസ്താദ്. മൂപ്പര് ചോദിച്ചാൽ എന്താ ഞങ്ങളെ വായിക്കാത്തത്? ഇവിടെ രേഷൻ ചെതർന്ന് പോയിക്കുന്നു. ഞാൻ അതിൻ്റെ അപ്പുറം വായിക്കി. ഞാൻ അപ്പുറത്ത് വായിച്ചു, ഒന്നും കൂടി വായിച്ചു. പിന്നെ മൂപ്പർ ഒറ്റ വായിക്കരുത്, ചെതറുന്നത് അതിൻ്റെ അപ്പുറം എല്ലാം കൂടി ഒറ്റ വായിക്കരുത്. അതായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ളത് ചെതർന്ന് നിർത്തി അഴകിത്ത നോക്കുമ്പോൾ മൂപ്പർ വായിച്ചു വരുന്നത് അതായിരുന്നു. അതന്നെ എന്ത് അങ്ങനത്തെ കന്യം മുസ്ലിം അവരെ കുരുത്തൊക്കെ നീക്കി പറ്റിയെന്നൊക്കെയാണ് ഇപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു നടക്കണം. അതായിക്കോട്ടെ, ഞാൻ കുരുത്തുള്ളവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈക്കൻ്റെ കുരുത്തക്കേട് വെച്ച് അങ്ങനെ പല കുരുത്തക്കേടും എനിക്ക്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കുറച്ചും കൂടി ആസ്തി നിർത്തിയിട്ട് ഒരു കുരുത്തക്കേട് എനിക്ക് വെച്ചില്ല. ഞാൻ അവരോടും പറയും, കന്യമ്മയിലാരോടും പറയും, ഈക്കനോടും പറയും, അവർക്കൊക്കെ എന്നോട് സ്നേഹമാണ്. പിന്നെ ഓരോ കാലത്തിന് അള്ള വേണ്ടതൊക്കെ നടക്കണ്ടേ? മൂപ്പരെന്താ അറിയോ? കന്യമ്മയിലെന്നറിയാല. അവിടെ നിന്ന് ദ്വാരപ്പിച്ച് താഴെ കൊണ്ടായ പിന്നെ ഇവരല്ലേ ചക്കരക്കഞ്ഞി വെക്കുന്നത്. കുറച്ചാൽ
അത് മൂപ്പരറിയില്ല. ഉള്ളാളക്കാർ അവിടുന്ന് ഉറൂസിന് ക്ഷണിക്കാൻ വേണ്ടിയില്ല വന്ന്. ആരൊക്കെ ഇന്നല്ല, ബാക്കിയുള്ള മൊഴിമാരന്മാരെ ക്ഷണിക്കാൻ പോകുമ്പം തങ്ങളും വരണ്ടേ. നമ്മൾ തെറ്റിയ കാലമായതുകൊണ്ട് അവർ വന്ന് എന്താക്കണ്, നിങ്ങൾ പോയി ക്ഷണിക്കണോ? ആര് പണ്ടാറെല്ലാം ക്ഷണിച്ച് അവരൊക്കെ ക്ഷണിക്കണോ? തങ്ങൾ വരണേ, തങ്ങൾ വരണേ നമ്മളെ കൂടെ. വരാ. അങ്ങനെ ഞാൻ വന്നു. ഈക്കൻ്റെ അടുത്ത് പോയാൻ പറയും, ഈക്കൻ കഞ്ഞിനൊക്കെ കണ്ടു ഇതൊക്കെ പോണില്ലേ, അവിടെയൊക്കെ പറ്റില്ല. വലിയ കന്യമ്മയിലാണ് അവിടെ പോയപ്പോൾ ഞാൻ കാറിൽ ഇരുന്നു, ഇവരയച്ചു. ഉള്ളാളത്തിന് വന്ന അവധിയും എല്ലാം കൂടി മുപ്പരത്തിൽ അയച്ചു. അവിടെ ചെന്നപ്പോൾ നിങ്ങളെന്തേ വന്ന്? ഞാൻ ഉള്ളാളം മുതൽ തങ്ങളോടെ തങ്ങൾ കാറിലുണ്ട്. എന്തായാലും കൊണ്ട് വിളിക്കും കുഞ്ഞുമാരെ, ഓൻ പോവുമോ? അപ്പം അടുത്ത മാനവരെ വന്ന് മുപ്പര് വിളിക്കുന്നതാണ്. ഞാൻ ചെന്ന് ഞാൻ സലാം കല്ലി ഒരു സലാം കല്ലി മറിക്കവന് തങ്ങൾ എന്ത് പണിയെടുത്തത്? തങ്ങൾ അവിടെ കാൽ കുത്തിരിക്കല, അവിടെ ഒന്ന് അങ്ങോട്ട് വരണ്ടേ? അത് നിങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ല, പിന്നെ ഞാനെങ്ങനെ വരണ്ട്? തങ്ങളെ ഞാൻ പുറത്താക്കി. എല്ലാ പേപ്പറിലൊക്കെ വന്നുള്ളത് നിങ്ങൾ പുറത്താക്കിയാണ്. ഞാൻ തങ്ങളെ പുറത്താക്കിയില്ല, ഞാൻ തങ്ങളെ കൂടെ. ഇതൊരു കേട്ടു. ഉള്ളാളക്കാർ കേട്ടപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കള്ളത്തേതായതുണ്ട് എന്നൊരു കുഴപ്പമില്ല. അല്ല അന്നല്ല വീട്ടിൽ പുറത്താക്കും. എന്തെല്ലാം ഇവർ ചെയ്തു കൂട്ടിയത്. ഇനി ആർക്കാടാ കഴിയുക? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം മതിയായ നിലത്തിലല്ലേ? ബറക്കൽ മുല്ലക്കോയത്തങ്ങൾ 115 വയസ്സ് ജീവിച്ചാളാണ്. അങ്ങനത്തെ മഹാനവറുകളെ കാലത്താണ് സമത്വം ഉണ്ടാക്കിയത്. അന്നത്തെ എല്ലാ അഴിമയും നമ്മളൊന്നും ജനിച്ചിട്ടും കൂടിയില്ല. ആ സ്ഥാപനത്തിൻ്റെ സംഗതികളൊക്കെ മാറ്റിമറിച്ച് പുതിയ രൂപത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ പിന്നെ അവിടെ ഒത്തുകൊടുക്കാൻ കഴിയോ? AP ആയിട്ടല്ല തെറ്റിയത്, ഞാനുമായിട്ടാണ് തെറ്റിയത്. അറിയോ? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭൂരിപക്ഷമില്ല. പക്ഷേ എനിക്ക് ഓടാനും പായാനും കഴിയൂല. അതിനെ AP നന്നാക്കി അയാൾക്ക് കാവക്കാരും അതിൻ്റെ പുറമെ ആളും ഒക്കെ അന്നാ രസായും ഒക്കെ ഉണ്ട്. ഞാൻ എവിടെ പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാളും കൂടി കൂട്ടില്ല. ഞാൻ പണ്ട് പോയൊരു ബസ്സിലാണ്. അടുത്ത കാലം വരെ ഞാൻ വണ്ടിക്ക് പോയി എൻ്റെ നാട്ടിലിറങ്ങി ബസ്സിന് പോയിട്ടാണ് കുട്ടിക്കുളത്തേക്ക് പോവുക. വയ്യാത്തൊരു കാലം എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്, ഒരു സ്ഥാപനത്തിൻ്റെ കാറ്, ഒരു മുസ്തറക്കായ കാറ് നിലക്കില്ല. മറ്റുള്ളവരൊക്കെ കാറിന് പോയാൽ ഒരു കൂടി അതിൻ്റെ വാടക കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അതിൻ്റെ വകയിൽ കണക്ക് വെക്കണ്ടേ? എനിക്കതൊന്നും ആവശ്യമില്ല. ഇപ്പം എൻ്റെ കാറെന്നാ എക്സെൻഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കാറ് പോലെ വന്നിട്ടുണ്ടാവും. ഞാൻ അതിലെല്ലാം കണ്ട് വന്നത് കാറിൻ്റെ കൂടെ ഉണ്ടാവും. അതിപ്പോൾ മാറ്റണമെന്നാണ് പറഞ്ഞ ഒരാൾ. മാറ്റണം ഞാൻ ഒറ്റക്കത് വലിയ പൈസ പോലെടോ എന്ന് ഡ്രൈവർ ചോദിച്ചപ്പോൾ അത് പറ്റില്ല, തങ്ങളെ കാത് ഞാൻ തന്നെ വാങ്ങിച്ചു എന്നൊരാൾ പറഞ്ഞു. അള്ള വീണ്ടും വെച്ചാലാവും, ഞാനത് കാത്തു തിരിക്കൊന്നുമല്ല. ഇപ്പം എന്നാന്ന് വിളിച്ച് പറഞ്ഞ് കാറെല്ലാം റെഡി ആയിരുന്നു, പേരൊന്നും ശരിയായില്ല, പേരേറെ വെക്കാൻ അയാൾ തന്നെ പറഞ്ഞ് 4444 പേര് വെച്ചാലോ? അത് നായിരത്തിൻ്റെ എണ്ണത്തിൻ്റെ 4444 സലാത്തിയെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണാണല്ലോ. അത് തിരക്കല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു ആക്കി തരട്ടെങ്കിൽ അത് ആക്കി കാത്തു തീർക്കണ്ട. അങ്ങനെ കാറ് പറഞ്ഞ് ഇപ്പം വരണ്ട, ഞാൻ പൊന്നുരിഞ്ചില മുതൽ അവിടെ മറവട്ട് കിടക്കുന്ന ഒരാളുണ്ട്. എത്ര വലിയ മഹാന്മാർ നാട്ടിലുണ്ട്. പള്ളിപ്പടി മസ്താൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പൊന്നുരിഞ്ചില മറവട്ട് കിടക്കണ അയാളെ ഹയാത്ത് കാലത്താണ് ഞാൻ ഉള്ളാളത്തിലേക്ക് വന്നത്. ഞാൻ എറണാകുളം പണ്ടേ കണ്ടിട്ടും പോയിട്ടും ഒന്നുമില്ല. ഉള്ളാളത്ത് ദർശിച്ചപ്പോൾ ആദ്യം തന്നെ റമദാനിലെ 2ാം വെള്ളിയാഴ്ചക്ക് തന്നെ ദർശിച്ചു. അതിൻ്റെ മുമ്പ് ഒരു വന്ന് ഉറപ്പിച്ചു. അക്കാലത്തൊക്കെ ദർശനം കഴിഞ്ഞ് പിന്നെയും കുറെ കഴിഞ്ഞ് കൊടുക്കാൻ. അങ്ങനെ എൻ്റെ അമ്മോശനെ കാത്തുനിന്ന് പെരുന്നാളിന് എന്തായാലും വലിയ കാത്ത് അന്നുമില്ല, പെരുന്നാളിനുമില്ല.
അപ്പം ഇനി തേടിപ്പോകേണ്ട ഞാൻ പോയി. ആളൊന്നുമില്ല, ഒറ്റക്ക്. അതിൻ്റെ മുമ്പ് ഷർണൂരിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. വെല്ലൂർ പോയതല്ല. വെല്ലൂർ നേരെ വണ്ടിക്ക് അവിടെ പോയി വെല്ലൂർ പോകാന്നല്ല വേറെ അറിയില്ലോ. അങ്ങനെ പല അതിശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ പോയി ഇറങ്ങി. എറണാകുളം പോയിട്ട് വണ്ടി ഇറങ്ങിയപ്പോൾ മകന് കുറച്ച സമയമുള്ളൂ. 100 അസറും ജമ്മാക്കിയതേ ഉള്ളൂ. ഒരു ലടുക്കക്കാരനെ വിളിച്ച്, കുതിരവണ്ടിക്കാരനെ അടുത്ത പള്ളിക്കുള്ളയാക്കി അവിടെ ഉണ്ടാക്കി ഞാൻ 100 അസറും ജമ്മാക്കി നിസ്കരിച്ചു. പിന്നെ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ ശേഷം ഇനി അദ്ദേഹം നിസ്കരിച്ച് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ ഇമാമ് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, തങ്ങൾ ഇനി നമ്മളെ കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പം ഞാൻ വന്ന ആവശ്യം ഇന്നതാണ്. എൻ്റെ ഒരു അമ്മോശനെ തിരഞ്ഞ് വന്നത്. അയാൾ എവിടെ ഉള്ളതെന്ന് അറിയില്ല, ശരിയായ അഡ്രസ് ഇല്ല. ഓ, അത് ഞാനറിയും. നായരമ്പലം എന്ന സ്ഥലത്ത് ഒരു പള്ളിപ്പണിയിലാണ് മൂപ്പര്. അപ്പം അഡ്രസ്സ് കിട്ടിയല്ലോ. അത് ഞാൻ അവിടേക്ക് പോണ പോയിട്ടുണ്ട്. അവർക്ക് രാവിലെ ആകാശത്തുണ്ടാക്കി കേസൊക്കെ പറയും. ഇതിന് ഉറുതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സംഭവം പറയും. അങ്ങനെ അയാൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് അവിടെ കഞ്ഞും പത്തി ഞാൻ രാത്രി തെക്കോട്ടൊക്കെ നമ്മളെ പതിവ് അങ്ങനെ. അപ്പോൾ അതൊന്നും അയാൾ നോക്കാതെ എനിക്ക് വേണ്ടി ചോറിന് പ്രത്യേകം അയച്ചു കൊണ്ടുവന്നു. അതിന് രാത്രി അതിൻ്റെ തലേന്ന് ഭയങ്കരമായ കാറ്റും മഴയും ഉണ്ടായി. പക്ഷേ നമ്മളതൊന്നും അറിയില്ല, വണ്ടിക്ക് പോകണമെന്ന് കാറ്റും മഴ അറിയാല. ആണ് അവിടെ മഗ്‌രിബ് വന്ന് അവിടെ നിന്ന് ഒതുകൊടുക്കുമ്പോൾ ഒരു മസ്താനെ പോലെ ഒരാൾ ഇങ്ങിച്ചറിഞ്ഞാൽ ഒരാൾ വേറെ കൊത്തിപ്പിടിക്കണം, വിടുന്ന് ഇങ്ങനെ കളിക്കണം. അങ്ങനെ കളിച്ച് അതൊന്ന് കണ്ടാലായ ഒന്നും അറിയില്ല. ഇയാൾ തക്കേരിച്ചപ്പം എന്താക്കി, ഇഷാൻസ്കാരം കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ് അയാളെ റൂമിൽ കൊള്ളും. റൂമ് വലിയ റൂമൊന്നുമല്ല, അത്താർപ്പായോണ്ട് കെട്ടിണ്ടാക്കിയ പള്ളിൻ്റെ അടുത്ത റൂമാണ്. അതിന് ഞാൻ ഇരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ് ഞാൻ ഒന്ന് പാത്തി വരട്ടെ എന്നത്. ചാരണമായി അയാൾ പാത്താൻ പോയിൻ്റെ ഇടയിൽ ഞാൻ പണ്ട് കണ്ടില്ലേ ഇത് പിരാന്തണ്ണമായി കളിക്കുന്ന ഒരാൾ അയാൾ റൂമിലേക്ക് കയറിയോ, മെല്ലെ കയറി വന്നിട്ട് ഉണ്ടാക്കി തരുമോ ടിപ്പിംഗ് ബോക്സ് ഒക്കെ വന്നു. അയാൾക്ക് കൊണ്ടുവന്ന പച്ചരിയും കല്ലുമ്പത്തേൻ്റെ ടിപ്പിംഗ് ബോക്സ് പറഞ്ഞിട്ടോ അയാൾ കഞ്ഞി കൈകൊണ്ട് തന്നെ കോരിക്കുടിക്കണ കഞ്ഞി കൈകൊണ്ട് വാരി കുടിക്കാൻ തുടങ്ങി. ഞാൻ ആകെ സ്ലിപ്പായി. ഇയാളിത് കുടിച്ച് പോയാൽ ഞാൻ കുടിച്ചത് കൂടെ. എനിക്ക് നേരത്തെ ഇയാൾ പോണതിന് മുമ്പ് വന്നാൽ മതി എന്ന് വിചാരിച്ചു. ഉടനെ അയാൾ വന്നപ്പോൾ ഉടനെ കൂട്ടാനൊക്കെ എടുത്ത് വെച്ചു. അപ്പം പിന്നെ അയാൾക്ക് കഞ്ഞും വേണ്ട കൂട്ടാനും വേണ്ട. അയാൾ അപ്പം തന്നെ മതിയാക്കിൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ആൾ പണി വേറെ അറബിൽ 2 ലഫ്സ് കൊണ്ട് വേറെ പോകും. ഞാൻ ആമീൻ ചൊല്ലി. അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇയാൾ ചോദിക്കുന്നത് തങ്ങൾക്ക് അയാളറിയോ? ഇല്ല. പിന്നെ തങ്ങളെ ധാരണ നിങ്ങളെന്തെങ്കിലും കൂട്ടാനെടുത്ത് വെച്ച് കൊടുത്ത് ഭ്രാന്തനാണ് അടിച്ചു വയ്ക്കലല്ലേ? ഭ്രാന്തനാണെങ്കിൽ അടിച്ചു വായിക്കലല്ലേ? നിങ്ങളത് കൂട്ടാനെടുത്ത് കൊടുത്തല്ലോ. അതാരാന്നറിയോ? അത് പള്ളിപ്പണി അവസ്ഥാനാണ്. അപ്പം അമ്മോശം പറഞ്ഞിട്ടുണ്ട് പള്ളിപ്പണി അവസ്ഥാൻ്റെ കഥയല്ലോ. ഓഹോ, ഞാൻ വലിയ അതിശയുണ്ട്. ഒരാൾക്ക് ഈ മനുഷ്യൻ ധാരന്ന് കൊടുക്കണേ ഞാൻ കേട്ടിട്ടില്ല. തങ്ങൾക്ക് ധാര കിട്ടിയല്ലോ. ഞാൻ അറിയാതെ പറഞ്ഞപ്പോൾ അത് വേറെ നിങ്ങൾക്കല്ല, അയാൾ അറിയുന്ന ആളല്ലേ, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് വിചാരിച്ചു. അതതിൻ്റെ സംഗതി. ആ ദ്വായാണ് ഉൾനാളത്തേക്ക് വിട്ടത് കേട്ടോ. ഇനി അതിൻ്റെ ശേഷമുള്ള കഥ കേൾക്കണം നിങ്ങൾ. രാവിലെ വേറെ ആളാക്കി ആൾ കൊണ്ടുവന്ന് ഈ നാമ്പരത്തിൽ പോകാൻ വേണ്ടി ബസ് കയറണം. ആ ബസ്സിൽ ബോട്ട് കയറണം. ബസ്സൊന്നുമല്ല അവിടെ, ബസ് പോണ നേരമല്ല അവിടെ. ബോട്ടിലവിടെ കൊണ്ടുവന്ന് ഓരോട് പറഞ്ഞു കൊടുക്കണം. മുപ്പത് പരിചയമുള്ള ആളല്ല, ഇറങ്ങേണ്ട സ്ഥലത്തെത്തുമ്പോൾ അത് കയറി അവിടെ പോയി ഇറങ്ങി. ബസ് നിർത്തി അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങ് തിരിഞ്ഞ് കുറച്ചെത്തിയപ്പോത്തും ബസ് 2ാമത് അടുപ്പിച്ചു. വിട്ട ബസ് മടക്കടിക്ക്. അപ്പം എന്താ ഇന്ത്യയിൽ നിന്ന് വല്ലതും മറന്നുപോയോ? ഒന്നുമില്ല, ഒരു ചെറിയ ബേഗും കൊടിയേ ഉള്ളൂ, അതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെന്തേ? അപ്പോഴേ ഒരാൾ മാടി വിളിക്കുന്നു. ശരി, തങ്ങൾ അയാൾ അവിടുത്തെ മുദരിസാന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. ലോകം മുദരിസല്ലല്ലോ ഞാനാ. ഇനി അയാളറിയാം, അയാളെ വാപ്പൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, ചെറുപ്പക്കാരനാണ്, അവിടെ വന്നിട്ടുണ്ട്. ഫാറൂഖ് കോളേജിൽ
അറബിക്ക് ലെക്ചറായിട്ട് പിന്നീട് ഉണ്ടായാൽ അയാളെ തങ്ങളെന്തേ ഇവിടെ ഞാൻ അമ്മോശനെ തിരഞ്ഞെടുന്ന് വന്നതല്ലേ, അമ്മോശൻ എൻ്റെ പിറക്കാണ് പോയി ഉണ്ടോ, അമ്മോശൻ എൻ്റെ പിറക്കാണ്, അപ്പം ഞാൻ ചോദിക്കണ്ടല്ലോ. നല്ലതായി. വാസ്തവത്തിൽ ഞാൻ അവിടെ ഇറങ്ങി ഒറ്റക്ക് പോയെങ്കിൽ ഞാൻ പല കുണ്ടിലും താന്നു പോകുകയുള്ളൂ. മഴ പെയ്താൽ അവിടെ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലമാണ്, കാരണം ചേരിക്കുണ്ടുകളാണ് അധികം. വേനൽക്കാലത്തെ അവിടെ ഇറങ്ങാൻ പാടുള്ളൂ, ഇതൊന്നും നമ്മളറിയുള്ളൂ. അള്ളാഹു എളുപ്പാക്കി. അന്നെല്ലാം വിചാരിച്ച മോനല്ലേ അല്ല ശരിയാക്കുന്നത്. അങ്ങനെ പോയി അമ്മോശനും അസ്തി നിങ്ങളെങ്ങനെ വന്ന്, ഞാനിങ്ങനെ എത്തി. അങ്ങനെ ഉണ്ടായി. അവിടെ നിന്ന് മൂപ്പരെ സമ്മതം വാങ്ങി ദർശനം വന്ന ഉള്ള ആളത്തേക്ക് ദർശനേക്ക് വിട്ടത് പള്ളിപ്പടി മസ്താൻ കണ്ടോ. പള്ളിപ്പടി മസ്താന്റെ തോടുകൂടെ അവിടെ വന്നു. വലിയ മഹാനാണ്. ചെമ്പിട്ട പള്ളിൻ്റെ പഠിക്കലാണ് മൂപ്പര് കിടക്കൽ. ആരുമായ ഹജ്ജിന് പോയപ്പോൾ അവർ അറഫയിൽ കണ്ടു. വിവരം ചോദിച്ചു, നമ്മളെ പള്ളിപ്പടി മസ്താൻ ഇവിടെ ഹജ്ജിലൊന്നുണ്ടല്ലോ. അന്ന് മൂപ്പര് കൊച്ചിയിൽ നിന്ന് വിട്ടു, അവിടെ നിന്ന് വിട്ടിട്ട് എറണാകുളം വന്നു. പിന്നെ അങ്ങോട്ട് പോയി. അങ്ങനത്തെ ഹുമുവിനെ ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നു അവർ. ഇപ്രാവശ്യം തന്നെ അവർ വീണ്ടും ക്ഷണിച്ചിരിക്കുന്നു ആ പള്ളിപ്പടിയിലേക്ക്. അവർ ആണ്ടിനെ ക്ഷണിച്ചിരിക്കുന്നു. അവർ പോകാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സാധിപ്പിച്ചാൽ പോകും. ഖത്മുൽ ഖുർആൻ അതിനു വേണ്ടി. അങ്ങനെ മഹാന്മാർ, അവരെ അള്ളാഹുവിൻ്റെ ആലിമീങ്ങൾ, അള്ളാഹിൻ്റെ പൊരുത്തവും പ്രീതിയും സമ്പാദിച്ച ആലിമീങ്ങൾ. നമ്മളൊന്നും ആലിമീങ്ങളായിട്ടില്ലടോ. ഞാൻ തോന്നി വിചാരിക്കുന്നു, എനിക്ക് ഈ ഇങ്ങനത്തെ ജ്ഞാനം വരുമ്പോൾ എനിക്ക് സങ്കടമാണ് വരുന്നു. ഇന്നും ഞാൻ കരഞ്ഞുപോയി. പൂനൂര് പോയപ്പോഴും ഞാൻ കരഞ്ഞുപോയി. കാലിനെല്ലാം കണ്ടാൽ ഒരാൾക്ക് തോന്നൂല. കാരണം എന്താ, നമ്മൾ നഫ്സിന് കിബിർ വന്നു പോകുമോ, അഹങ്കാരം വന്നു പോയില്ലേ. അതുകൊണ്ടത് വേണ്ട എന്ന് പറയലാ എൻ്റെ ഉദ്ദേശം. പ്രിയ സഹോദരങ്ങളെ, പക്ഷെ ദീനിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകാതെ പറ്റുമോ? കൊട്ടൂരൻ്റെ ദർസ് അവിടെ നടക്കണം. അത് നമ്മൾ വന്നില്ലെങ്കിലും നിൽക്കും. പക്ഷേ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാൻ തൊട്ടു. അല്ല ഞാൻ ഒക്കൂല. ഞാൻ നിർത്തം വന്ന് പാട്ട് കിടന്ന് ഞാൻ പറഞ്ഞ് വരാൻ കഴിയില്ല. അത് നിക്കാഹിന എൻ്റെ നിക്കാഹ് ഞാൻ ചെയ്തിട്ട് ആര് ചെയ്താലും പറ്റില്ല. തങ്ങൾ ഞാൻ വേറെ നേരം ചിലപ്പോൾ പോണില്ല. വലിയ പൈസയൊക്കെ തരും. എൻ്റെ പൈസയും വേണ്ട, വനിക്കും വേണം, പോയാൽ മതി, വരാൻ കഴിയില്ല. ആട്ടി ഓടിക്കാനാണല്ലോ പൈസ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്കൊന്നതിൻ്റെ പൈസ ഒരു 80, 85, 86 വയസ്സാണ്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുക. 86 വയസ്സുള്ള കൂട്ടത്തിലാരാ പറഞ്ഞ? അള്ളാഹു എൻ്റെ ഉമ്മയെ ബാപ്പയാണെങ്കിൽ 63 വയസ്സിട്ട് വെച്ചു. അമ്മോശൻ്റെ 63 വയസ്സിട്ട് വെച്ചു. അങ്ങനെ എല്ലാവരും ആ വയസ്സിൽ. ഞാനെന്ത് ഇത്ര കാലം നീണ്ടത്? അള്ളാഹു എന്തോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പെണ്ണെട്ടിയപ്പോൾ 15 വയസ്സിൽ 15 വയസ്സിൽ കെട്ടിയാൽ പിന്നെ ഓതാൻ കഴിയുമോ? ഞാൻ വിട്ടില്ല. ഓതിയെന്ന് മാത്രമല്ല, വെല്ലൂർക്ക് ഒളിച്ചു പോയി. വെല്ലൂർ പോയത് പറഞ്ഞിട്ട് പോയതൊന്നുമല്ല, ചെറിയൊരു ബാഗ് കൊടുത്തിട്ട് ഒളിച്ചു പോയി. അങ്ങനെല്ലാം പഠിച്ച അതേ അവസരത്തിൽ പഠിക്കാൻ പോയാലോ ചെല്ലിക്കാൻ ഒരൊറ്റ ദർശനം ഒഴിയില്ല. ഒന്നാം ദർശനം വന്ന് എല്ലാവർക്കും വായിച്ചു കൊടുക്കും. വലിയ വലിയമ്മക്കൊക്കെ ഞാൻ തന്നെ വായിച്ചു കൊടുക്കും. ഉസ്താദ് പറഞ്ഞ പോലെ പറയാൻ എനിക്കറിയാം. പിന്നെ എനിക്കൊരു ചൊക്കട് പിടിച്ച് പനി, ഭയങ്കരമായ പനി പിടിച്ചതിന് ശേഷം അഞ്ചാറൊന്ന് മുറങ്ങുമെന്ന് പറഞ്ഞാൽ പഞ്ചഭൂത അറിവെന്ന് എന്തെങ്കിലും ഒന്ന് മുടങ്ങിപ്പോകുന്ന ലക്ഷണം. എൻ്റെ ഉമ്മാക്ക് വലിയ ആവശ്യമാണ്. 2 കുട്ടികളും പഠിച്ച് വിവരമുള്ളവരാവണം. എൻ്റെ വാപ്പയാണെങ്കിൽ വലിയ ആളാ. വാപ്പൻ്റെ പേര് കേട്ടാൽ ചേത്താൻ ആ നാട്ടിലുണ്ടാവില്ല. അപ്പം പറഞ്ഞു കൂക്കള ചേത്താന്മാർ കൂക്ക് വിളിച്ചാൽ ചെറിയ തങ്ങൾ വരണോ എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അപ്പം നിന്നു പോകും, പിന്നെ ഉണ്ടാവില്ല. പക്ഷെ ഞാനതിനൊന്നും പോയില്ല, നമ്മൾ ഓടാൻ പോയതാ. അങ്ങനെ ആ പനി പിടിച്ച് 21 ദിവസം നീണ്ടു. ആ പനിയിൽ എനിക്ക് അള്ളാഹു ഉമ്മാൻ്റെ എല്ലാവരും ദ്വയും. ഇമ്മയാണെങ്കിലോ
എപ്പോഴും ഖുർആനും സുന്നത്തും തന്നെ. ബാപ്പയാണെങ്കിൽ വലിയ വ്യവഹാരിയും ആരോടും തോറ്റു കൊടുക്കാത്ത ആളാ. ശൈത്താനോട് മാത്രമല്ല മനുഷ്യനോടും തോറ്റു കൊടുക്കില്ല. പക്ഷേ അവരെല്ലാം ദുആ കൊണ്ട് എന്തായി പറ്റിയത് കൊടുക്കാം. പഞ്ചഭൂതാറിവ് ഹവാസുൽ ഖംസുൽ ലാഹിറത്ത, പക്ഷേ ഹവാസുൽ ഖംസുൽ ബാത്തിന ഒരു ഹവാസുണ്ട്. അതിൽപ്പെട്ടതാണിത് ഖുവ്വത്ത് ഹാഫിള. അതിന് കേടുപറ്റി ഇഫ്ലാക്കിയ യാസീന് വരെ മറന്നുപോയടോ. അന്ന് ഞാൻ തഫ്സീർ ഓതുന്ന കാലത്താണ്. ഞാൻ ഓതുന്ന തഫ്സീർ അതാ ദിവസം ഖുർആൻ പാടാക്കല. ആദ്യം സൂറത്തുൽ കഹ്ഫ് നിൽക്കാൻ തുടങ്ങി. സൂറത്തുൽ കഹ്ഫ് അപ്പം തന്നെ പാടായി. അങ്ങനെ പിറ്റേന്ന് ഓതി അതിൻ്റെ പിറ്റേന്ന് സൂറത്തൊന്നും ചായത്തൊരു ഭാഗമുണ്ട്. ഇനി ആ ഭാഗം നിൽക്കാൻ പോകും. അതുകൊണ്ട് പാടാക്കാൻ കഴിയില്ല. അത് പോയി. അതിനപ്പുറത്തെ സൂറത്തൊന്നോ ഞാൻ പഠിച്ചു. സൂറത്ത് ത്വാഹയും കാണാൻ പഠിച്ചു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലായി ഈ പനി വന്നത്. ഇപ്പം എല്ലാം മറന്നില്ലേ? അള്ളാഹു അതിലൊക്കെ ഓരോ രഹസ്യങ്ങളാക്കിയിട്ടുണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത് എന്താണെന്നറിയോ? സുന്നത്ത് ജമാഅത്താണ് ദീന്. ആ ദീനിൽ അടിയുറച്ചു നിന്നോളണം. അല്ലെങ്കിൽ നമ്മൾക്ക് ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. സംശയമില്ല. എന്ത് പഠിച്ചതും ഫലമില്ല. പിന്നെ ഇൽമാണെങ്കിൽ കോട്ടൂർ ഉസ്താദിന് എന്തൊരു ചൂടാണ്. നമുക്ക് തന്നെ സങ്കടമില്ല. ഞാൻ തങ്ങളോട് ചോദിച്ചു, എന്താണ് ഇത് ഞങ്ങൾ നമ്മളെ വൈരത്തിലുള്ളത്? അത് പ്രകൃതിയാണ്, അതിൻ്റെ സ്വക്കളൊന്നുമല്ല. ശരീരത്തിൻ്റെ ഉഷ്ണമാണ്. അതും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അതിനല്ലേ എല്ലാം ചെയ്യണത്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഇങ്ങനത്തെ മജ്‌ലിസും ഒക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ പണ്ടും ആ കാലത്തും എല്ലാവർക്കും നമ്മുടെ ഉസ്താദന്മാരൊക്കെ നമ്മൾ വലിയ ഇഷ്ടമാണ്. കാരണം പഠിക്കണവരോടാണല്ലോ ഇഷ്ടം ഉണ്ടാവുക. എന്ത് ചോദിച്ചാലും മറുപടി വായിക്കില്ല. അപ്പം തന്നെ മറുപടി നൽകും. അങ്ങനെ പഠിച്ചു വെച്ചിട്ടാണ് പഠിക്കുന്നത്. അതിനോട് കൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് വേണോ? പഠിച്ച് കഴിഞ്ഞതും പഠിക്കണം. ഇന്നിപ്പം നിങ്ങൾ നോക്ക്, ഒരു ശരത്ത് എഴുതി ഓതിയാൽ ആ ശരത്ത് എഴുതിയപ്പോൾ മന്ദിക്കലുള്ളൂ കിതാബ. പക്ഷെ അതാണെങ്കിലും അതിൽ എത്ര ഇൽമുണ്ടെന്നറിയോ? അതൊക്കെ നമ്മൾ പഠിക്കണം. അതിനൊക്കെ അർത്ഥം കൽബിൽ വേണം. കൽബിലില്ലെങ്കിൽ എവിടുന്നാ ശരിയാകുക? അവക്കെ വീഴിച്ചാൽ വളരെയധികം നീണ്ടുപോകും. വീരന്മാർ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത ബാക്കിയുള്ളവർ പറഞ്ഞിട്ടല്ല. ഒരു കവിയ എന്ന് പറഞ്ഞാൽ അങ്ങക്ക് തിരിയുള്ളൂ. വീരന്മാർക്കല്ല തിരിയുള്ളൂ. കവിയൻ്റെ ഒരു കവിയ അത് ഹക്കാണെങ്കിൽ അതിന് അക്സുൽ നക്കീലയും ഹക്ക് തന്നെയാണ്. അക്സുൽ നക്കീൽ എന്താണെന്ന് ഇപ്പോൾ പറയണമെങ്കിൽ തിരിയോ? വീരന്മാർക്ക് അങ്ങനെ ഓരോ മസ്സരി എടുത്ത് നോക്കുമ്പോൾ അതും കൂടി പറയുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മൾ അധികം കിട്ടാറുള്ളത്. അതിൽപ്പെട്ട ഞാൻ അക്കാലത്ത് അതി ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ഉണ്ടാക്കിയപ്പോൾ അവർ ഓതും. രണ്ടാമത്തെ ഇപ്പം കൊല്ലം അവർ ഓതും. ഇപ്പം തീരാനായി. അതിൽ എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനവും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചുരുക്കത്തിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എല്ലാവരും പറഞ്ഞ ഹദീസാണിത്. മറ്റൊരങ്ങനെ യമത്തും സംഘാവും അങ്ങനെ. ഈ സംഘത്തിൽ ആ സംഘം എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ ഉമ്മത്താരാ? ഉമ്മത്തു ദൈവത്താണോ ഉമ്മത്തുൽ ഇജാബത്താണോ? ഉമ്മത്തും ദൈവത്ത് എന്ന് പറഞ്ഞാൽ നബി ആരിലേക്കെല്ലാം അയക്കപ്പെട്ടു അവരൊക്കെ പെടും. അപ്പൊ പിന്നെ 71 ഉണ്ടാവും. കാഫറും എല്ലാ സാധനവും പെട്ടതേ. അപ്പൊ ഉമ്മത്തു ദൈവത്തല്ല. ഉമ്മത്തുൽ ഇജാബത്താണെന്ന് വരുമ്പോഴോ തങ്ങളിൽ വിശ്വസിച്ച ആളുകൾ തന്നെയാണ് ഈ പാർട്ടിയാവുന്നത്. ആ പാർട്ടികളിൽ എത്ര പാർട്ടികളുണ്ട്? അതിൽ മുസബ്ബിഹത്ത് വരെയില്ലേ? ആ മുസബ്ബിഹത്തിൽ ഒരു പാർട്ടി പറയുന്നു അള്ളാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഒരു സ്റ്റേക്ക് ഉണ്ടെങ്കിലോ പണ്ട് നിങ്ങളൊക്കെ മൈദമാരൊക്കെ തുടർന്ന് ചെയ്ത് അയാൾ അള്ളാനെ ഞാൻ കാണിച്ചു തരാം.
അമ്രതിൻ്റെ കോലത്തിൽ കാണിച്ച മുടിമുളക്കാത്ത അമ്രതിൻ്റെ കോലത്തിൽ അള്ളാഹെ കാണിച്ചാന്ന് പറഞ്ഞിരിക്കണ്ടേ. ഇതിലെ പറഞ്ഞ് ഒരു വിഭാഗം അങ്ങനെ പറയുന്നു, അള്ളാഹു അമ്രതിൻ്റെ കോലത്തിലാണ്, അമ്രതും അജ്റത്തുൻ പത്തത്തുൻ എന്ന് പറയും. അങ്ങനെ ഒരുപാട് സംഗതികൾ ഈ ചെറിയ കിതാബിൽ തന്നെ പറയും. പിന്നെ അതുപോലെ നേരത്തെ എപ്പി പറഞ്ഞത് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാമുണ്ട്. യാഖൂത്തുൽ ഹമീയുടെ മുഅ്ജമുൽ ബുൽദാൻ എന്നൊരു താരീഖുണ്ട്. 80 പാർട്ടാണത്, 80 ജുസുണ്ട്. ആ താരീഖിൽ എന്ത് പറയുന്നു? മലബാറിനെ സംബന്ധിച്ച് മലബാർ യഖീമുൻ കബീറുൻ യസ്തമിലു അലാ മുദനിൻ കസീറ മിൻഹൽ പാക്കനൂർ വഅൻജറു മദ്ഹൽ വയത്തസിൻ അമലുഹു ബിഅമാലി മുർസൽ വമിൻഹാ യുജ്ലബുൽ ഫുൽഫുൽ ഇലാ ജമീഇ ദുനിയാ എന്ന് ഇബാറത്ത്. അതിന് വജദ്തു ഫീ താരീഖ് ദിമിഷ്ക, അതിൽ ആ ദിമിഷ്കന്റെ താരീഖാണ് അതിൽ. അങ്ങനെ ഇൽമ ഒരുപാടുണ്ട്. എല്ലാ സംഗതികളും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അറിയുള്ളൂ. അതെല്ലാം മനസ്സിലാക്കിയാൽ പോരാ, അത് കൽബിൽ ഓർമ്മയുണ്ടാവണം. അതിന് അള്ളാഹു പഠിക്കുന്ന നമ്മൾക്ക് നല്ല ഇൽമും തഖ്വയും. ഇൽമിൻ്റെ എനിക്ക് മറന്നോളൂ, എനിക്ക് കിട്ടണില്ലോ എന്ന് പറഞ്ഞുണ്ടാവൂല. ഇൽമ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നന്നാകണം, കൽബ് ശരിയാവണം. അങ്ങനെ ആയാലും ഇൽമുണ്ടാവും. അതുകൊണ്ട് അള്ളാഹു ഹക്കായ നിലക്ക് പഠിച്ച ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്നേ മുത്തഖീങ്ങളാലും സാലിഹീങ്ങളാലും അള്ളാഹു നമ്മളാക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ അവരെ പ്രിയം വെക്കുന്നവരെങ്കിലും ആയിക്കോ, അല്ലാതെ കണ്ട് നമുക്ക് രക്ഷയുണ്ടാവൂല. എത്ര വലിയ മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ചുകൂടി, എന്നിട്ട് നമ്മൾ ഇതിന് വെറുതെ പോകാൻ പറ്റൂലല്ലോ. റഹ്മുർ-റഹീമായ നാഥ, ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടിയ ആളുകളല്ല, എല്ലാ ആളുകളെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്ന സർവ്വ ആളുകളെയും പരിപൂർണ്ണ ഈമാൻ കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളാലാക്കണേ റഹ്മാനെ. പിന്നെ ദർസിൻ്റെ കാര്യം, ദർസാണ് ഇപ്പോൾ ഇല്ലാതായിപ്പോണത്. അത് നല്ല ഒരു ദർസാണ് ഇപ്പോൾ നമ്മളെ കോട്ടൂരിൻ്റെ ദർസ്. അയാൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ. ദർസിനെ ഖിയാമം വരെ അള്ളാഹു നിലനിർത്തട്ടെ. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വേണ്ട സഹായം അതിൽ ചെയ്യാൻ നമ്മൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ സലാത്ത് പറഞ്ഞാൽ ഞാൻ 2-3 സലാത്ത് ചെയ്തു. اللهم صل على محمد النبي الأمي الحبيب العاجل القليل العظيم الجاهي وعلى آله وصحبه وسلم. ഇതിന് ദഖീറത്തുൽ ഖൈർ എന്നാ പേര്. ഈ സലാത്ത് ഒരു ദിവസം കിടക്കാൻ നേരത്ത്, കിടക്കാൻ നമ്മൾ പോയി കിടക്കുമല്ലോ, ആ കിടക്കാൻ നേരത്ത് വെറുതെ കാര്യങ്ങൾ എടുക്കുമ്പോഴല്ലേ നമ്മൾ കിടക്കേണ്ടത്. ഒന്നുണ്ടാക്കി പിടിച്ചോ രണ്ടാക്കി ഉച്ചരിച്ച് പാത്തിയും കൊല്ലും ഒന്നും അല്ലെങ്കിൽ പാത്തിയും കൊല്ലും ഇഖ്ലാസും ആബത്തെയും കൊല്ലും ആയത്തുൽ കുർസിയും കൊല്ലും. ആ കൂട്ടത്തിൽ ഈ സലാത്തും ചൊല്ലിക്കും. 10 ചൊല്ലിയാൽ മതി. വെള്ളിയാഴ്ച രാവ് അല്ലാത്ത ദിവസം, വെള്ളിയാഴ്ച രാവ് 100 ചൊല്ലിക്കോ. അങ്ങനെ പതിവായിട്ട് ചൊല്ലിയാൽ നമ്മളെ ആഖിബത്തിന്റെ കാര്യം ചിന്തിക്കണ്ട. കശ്ഫിന്റെ അഹ്ലുകാരെന്ന് പറയുന്നു, നിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ടെടുത്ത് വെക്കുമ്പോഴേന്നാ. പിന്നെ ആഖിബത്തിന്റെ കാര്യം മോശമുണ്ടോ? ബഹുമാനപ്പെട്ട യൂസുഫിന്റെ ബഹാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവർക്ക് സഅദത്തുദ്ദാറൈൻ എന്നൊരു ഹദീസിന്റെ കിതാബ്, അല്ല സലാത്തിന്റെ കിതാബ്, ആ സലാത്തിന്റെ കിതാബിൽ താൻ പറയുന്നു ഈ സംഭവം. അതിൻ്റെ മസ്ജിദിൽ ഒരാളാ പറഞ്ഞത്, അതിൻ്റെ ഇജാസത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമ്മതം തന്നു ആ സലാത്ത് ചെയ്തിരിക്കും. പിന്നെ മറ്റൊന്നെന്തായിത്തീർന്ന് കടം വീടാനുള്ളതാണ്. എല്ലാവരും കടമെന്നല്ലേ പറയുന്നു, കടം വീടാനുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സലാത്ത് എല്ലാ ഒരു ദിവസം രാപ്പകലിൻ്റെ ഇടയിൽ
നിസ്കാരത്തിൻ്റെ പിറകെന്നൊന്നുമില്ല. 33 പ്രാവശ്യം ചെല്ല. നന്നക്കടണ്ടെങ്കിൽ 360 പ്രാവശ്യം ചെല്ല. പക്ഷേ കടം വീടാനെന്ന് കരുതി ചെല്ലണ്ട. അപ്പം അവർ ദുന്യവിയായി പോവും. എന്തുണ്ട് നമ്മൾ പഠിക്കാൻ? സലാത്തങ്ങ് ചൊല്ലിക്കോളൂ. ഈ പൊന്മള ഒരു ദിവസം എൻ്റെ സലാത്തിന് വന്നു. കരുവന്തിരിച്ച് ഒരാളെയും കുട്ടി വന്നു. ഞാൻ ഇന്ന് വന്നത് എന്തിനാണെന്നറിയോ തങ്ങളെ? എൻ്റെ കൂടെ ഒരാളുണ്ട്. തങ്ങൾ എപ്പോഴോ കളപ്പം നിർത്തിയിൽ പറഞ്ഞിന് കടം വീണ്ടൊരു സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ട് അയാളെ ചൊല്ലി അയാൾക്ക് ഒരുപാട് കടണ്ടേ. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ സാധാരണ റൂമിൽ പോയി കരിച്ച് പിടിച്ച് കറങ്ങുമ്പോൾ കിടക്കല്ലോ. അവിടെ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഒരു പൊതി കിട്ടി. പൊതിയിൽ പണ. അപ്പം അങ്ങനെ വെച്ചിട്ട് ആരെയൊന്നും വീണ് പോയതാവും എന്ന് മനസ്സിലാക്കി എടുത്തു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ് വൈകുന്നേരം നിങ്ങൾക്ക് ആ ഒരു പൊതി കിട്ടി അവിടെ നിന്ന്. ആ കിട്ടി, അത് നിങ്ങൾക്കുള്ള എടുത്തോളിന്നാൽ ആളെ തിരിഞ്ഞിട്ടുമില്ല. അപ്പം അയാൾ നല്ല തുറന്നു നോക്കി 6000 ദിർഹമുണ്ട്. ഉറുപ്പിയല്ല, 6000 ദിർഹമുണ്ട്. പെൺമകളോട് ചോദിച്ചു. അയാളിപ്പോൾ പോയി. അപ്പം ആ സംഗതി തങ്ങളോട് പറയാൻ വന്നതാണ്. അത് വിചാരിച്ച് എനിക്ക് 6000 ദിർഹത്തിനാണ് ഇയാൾ ചെല്ലിയാലും ശരിയാവില്ല കേട്ടോ. അപ്പം നമുക്ക് പണം ഇങ്ങനെ പൊരിഞ്ഞിങ്ങനെ കിട്ടുമെന്ന് ചോദിക്കില്ല. ഏതോ വിധത്തിൽ അള്ളാഹു വിട്ടില്ല. അപ്പം അയാളെ എല്ലാ കടും അതുകൊണ്ട് തീർന്നു പോയി, സുഖമായി. അങ്ങനെയാണ്. അപ്പം ഈ 2 സ്ഥലത്തും ചൊല്ലിക്കൊല്ലു. രണ്ടും നിങ്ങൾക്കെല്ലാം അനുവാദം തന്നു. എന്നോട് ചോദിക്കാനും വേണ്ട. മഹിളമാർക്ക് മുത്തലക്കായിദാത്ത് കൊടുക്കാനും സമ്മതം തന്നു. സാധാരണക്കാർക്കല്ല. ഇജാദത്തൻ മുത്തലക്കത്തെന്ന് പറഞ്ഞാൽ കൊടുക്കും ചെയ്യുക. ഇതിന് സമ്മതം അത് നിങ്ങൾ ചൊല്ലി പതിവാക്കണം. പിന്നെ നാരിയത്ത് സലാത്ത്, അത് പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും വരുന്ന സലാത്തല്ലേ. ഒരു പ്രായം പറഞ്ഞാൽ എന്താണെന്നറിയോ? നാരിയത്ത് സലാത്ത് നിന്നാ അതിൻ്റെ പേര്. ആ സലാത്തിൽ ഞാൻ നരകത്ത് പോകുന്ന. നാറ് എന്ന് പറഞ്ഞാൽ നരകല്ലേ. ഒരു സ്വാമി പറഞ്ഞാൽ പറഞ്ഞു. ഓ പിന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, വന്നവനെ കൊന്നുകളെന്ന് പഠിച്ചിട്ടേ. അത്രത്തോളം ഈ കുട്ടികളുണ്ടാവും സലാത്ത്. അള്ളാഹു കാക്കട്ടെ. അത് വലിയ ഫായിദുള്ള സലാത്താണ് നാരിയത്ത് സലാത്ത്. മൊയ്യുദ്ദീൻ ശേഖിൻ്റെ മാസ കുത്തുബിയത്ത്. ഓ വലിയ ശിർക്കന്നെ കൊട്ട കുത്തുബിയത്താണ്. മഹാനവറുകളുടെ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ മൊയ്യുദ്ദീൻ ശേഖിൻ്റെ ഖസീദൊന്നുമല്ല. 1000 കൊല്ലം ഇപ്പോഴുള്ള ഒരു മുരീദ് സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന മുരീദ് ഉണ്ടാക്കിയ ഖസീദയാണ്. ആ ഖസീദയിൽ ആ മഹാനായ മഹവറുകൾ സദഖത്തുല്ലാഹിൽ ഖാഹിരി കായൽ പട്ടണത്തിൽ പോയാൽ കാണാം. കീഴക്കര കായൽക്കട്ടം എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇനാണ്. അവിടെ സദഖത്തുല്ലാഹിൽ ഖാഹിരി മഹാനവറുകൾ അവരെ മദീന തന്നെ കേട്ടാൽ നമുക്ക് വലിയ അതിശയവും. താൻ വലിയ ദർശിയും. ചെറിയ കുട്ടികളൊന്നല്ല, വലിയ വലിയമാരാണ്. ആ ദർസിൽ മലക്കുകൾ വരെ വരും. ഒരു ദിവസം ആ ദർസിൽ ഒരാൾ വന്നു. ഇവർക്ക് ആരും പരിചയമില്ല. ലാഹിൽ മുഹയ്യറ മികാല മസ്ജിദഹു വഹൗലഹു ഫഖഹാഉ സദഖത്തുല്ലാഹി طبع قطابا عند الافتراق بغى ويثا فقد نال منه صدقة الله. ലാഹിൽ മുഹയ്യറ മികാല മസ്ജിദഹു. മിക്കായിൽ മസ്ജിദ് എന്നൊരു പള്ളിയുണ്ട് അവിടെ. ഒരു സുമുഖനായ മനുഷ്യൻ ധരത്തിൽ വന്നിരുന്നു. എല്ലാവരും നോക്കി. ഒരു സഫറിൻ്റെ അടയാളവും കൂടി അയാളിലില്ല. അങ്ങനെ തെറിസ് കഴിഞ്ഞ് പോകുമ്പോൾ ഇയാൾ ഉസ്താദുമായിട്ട് സംഭാഷണം ചെയ്തു പോകുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ കുറച്ച് വെള്ളം വേണം. മഴയാണ് ഇവിടെ, പള്ളിപ്പണിയാണ്, വെള്ളമില്ല. ഓ വെള്ളം തരാ. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം മഴ വീഴുന്നു. കാരണം മീക്കായിൽ മല കൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കായിരുന്നു അത്. ആ മലക്ക് വരെ തൻ്റെ ദർശനം ചെയ്തിരുന്നു. പിന്നെ മൊയ്യുദ്ദീൻ ശേഖറിൻ്റെ കാര്യം പറയാനുണ്ട് സഹോദരൻ.
അവരൊക്കെ നിന്ദിച്ചവരെവിടുന്നാണ് രക്ഷപ്പെടുക? നിത്യങ്ങൾ മയ്യദ്ദീൻ ശേഖരൻ്റെ ഒരു പാത്തി ഒതുക്കടാ, എന്നാൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ഞാനിത്ര പഠിക്കാൻ തന്നെ എനിക്ക് അള്ളാഹു എളുപ്പാക്കിയത് അവരെ ബർക്കത്തുകൊണ്ടാണ്. ഞാൻ മയ്യദ്ദീന്മാരൊക്കെ കേട്ടിട്ടുണ്ട് അവരെ പേരിൽ ഓരോ പാത്തി ഓതി അവരെ ദായും ബർക്കത്ത് എത്തുകയാണ്. അപ്പം ഞാനത് ഓതി കഴിയണാത്ര ഓതാനുണ്ടായിരുന്നു. അല്ലെ ഒരുപാട് മുടക്കങ്ങളിൽ അയാളല്ലേ. ഞാനെന്തായിരുന്നു 15 വയസ്സ് പെണ്ണെട്ടിയ പിന്നെ ഓതാൻ കഴിയുമോ? പിന്നെ വെല്ലൂർ പോവുക, വേറെ എന്തെങ്കിലും കഴിയുമോ? എല്ലാ ഫുനൂനും പഠിച്ചടോ, എല്ലാ ഫന്നുകളും ഞാൻ പഠിച്ചു. അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്തു. അത് തന്നെയല്ല, എത്രയോ ആളുകൾക്ക് കാണാതെ ദർസ് ചെയ്ത് കൊടുക്കല. ആ ഉള്ളാളത്തെ പള്ളിൻ്റെ ചുറ്റിലും ആളിരിക്കും, അങ്ങനെ നടന്നിട്ട് ചൊല്ലി കൊടുക്കല. ഇരുന്നാ പള്ള വിറുക്കല്ലോ. അങ്ങനെ ആ അള്ളാഹു തന്നത് മഹീദ്ദീൻ ശേഖരൻ്റെ ബർക്കത്തുണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവരെ മറക്കാൻ പറ്റില്ല. അവരെ മാസത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ മദ്ഹ് ചെയ്യാതിരിക്കില്ല. ചെറിയാളാ. ഒരു ദിവസം ഖലാ ഖദറിൻ്റെ വയതോറിയാണ്. ഖലാ ഖദറിൻ്റെ വാപ്പായിരുന്നു വയത്. എല്ലാം അള്ളാൻ്റെ ഖലാവും ഖദറും എല്ലാവരും വിശ്വസിക്കണ കാര്യമല്ലേ. തൻ്റെ തലയിൽ വലിയൊരു സർപ്പം വന്നങ്ങ് വീണു. പല്ലി വീണാൽ എണ്ണിച്ച് വാങ്ങിലടാ നമ്മൾ. സർപ്പം വീണാ പിന്നെ ഓർത്താനോട് ഉള്ള ആളൊക്കെ മടി. മൂപ്പർക്കൊരു കുലുക്കുമില്ല. വീണെന്ന് മാത്രമല്ല, അത് കുപ്പായത്തിനുള്ളിൽ കൂടിയെല്ലാം പോയി കൊണ്ട് വിളിച്ചെല്ലാം പോയി. എന്നിട്ടും അനക്കമില്ല. ഒടുവിൽ പുറത്ത് ചാടി നേരെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പടർത്ത് നിന്ന് എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു. അപ്പം ഇവർക്ക് കേൾക്കേണ്ട ആ പാമ്പൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. അപ്പം താൻ പറഞ്ഞ് പാമ്പ് പറഞ്ഞൊന്നും വേണമെന്നില്ലടോ, ഞാൻ പെരുത്ത് ഔലിയാക്കന്മാരെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇത്ര ഒരു ഹിമ്മത്തുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഹിമ്മത്തും ഉൾക്കരത്തും നമ്മൾക്ക് വേണം. നട്ടണ്ട, പേടിക്കണ്ട. എന്തിന് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ച് ശരിയായ ഈമാനുള്ള ഒരു മുഅ്മിന് പേടിക്കേണ്ടതുണ്ടോ? അജബന്നിൽ മുഅ്മിനി, മുഅ്മിന്റെ കാര്യം അതിശയമല്ലേ എന്ന് ഹദീസിൽ അല്ലാഹു പറഞ്ഞു. അവനൊരു മുള്ളു കുത്തിയാലും കൂലി, ഒരു മുള്ളു കുത്തിയാലും അവന് കൂലി. കാരണം മുള്ളു കുത്തിയാൽ അവനെന്ത് ചെയ്യും? ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാലില്ലാഹി പറഞ്ഞാൽ മരിക്കാൻ മാത്രം പറഞ്ഞു നീ നമ്മളൊക്കെ വിശ്വസിക്കുക. അങ്ങനെയല്ല, ചെറുപ്പിൻ്റെ മാറത്താനും ചെല്ലണം. നേരെ മറിച്ചൊരു ഞമത്ത് കിട്ടിയാലും കൂലി, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യും. അപ്പോൾ അജബന്റെ മുഅ്മിന്റെ കാര്യം വരുന്നത്. അങ്ങനത്തെ നമ്മൾ ഇൽമും കൂടി പഠിച്ചാൽ പേടിക്കണം. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാഫറാക്കി, ഉസ്താദിനെ കാഫറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലത്? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്തേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും കുരുങ്ങിയില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി. ഓരൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈക്കെ ഞാൻ കാഫറാക്കണം. ഞാൻ പറഞ്ഞതെന്നാ ഈ മടവൂരിൻ്റെ അവർ പറഞ്ഞതാ. ഞാൻ അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടാൽ ചിലപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിലൊരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതി തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം വിളിക്കും. സലാം വിളിക്കേണ്ട ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യവും ഒക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നിന്നോളൂ. അപ്പറം നമ്മളെ ഉസ്താദല്ലേ ഈക്ക്
ഈ ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്തരൽ ഹക്ക്, നീ ഹക്കിന്റെ മേലാവിടെ ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു വരുത്താൻ വല്ലാതെ മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോൾ ഓൻ്റെ വലിയ ശിഷ്യനുണ്ടായി പോയി വന്നതിന് ശേഷം അവൻ്റെ നാവില്ല. കാരണം ഇവൻ്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവൻ്റെ നാവ് ചുരുണ്ടു പോയിരിക്കുന്നു. ഇത് ഞാൻ പറയല്ല, ഇങ്ങനത്തെ എത്ര സംഭവങ്ങൾ. നമ്മളെ മാത്രമല്ല മറ്റവനും പറഞ്ഞവനവൻ. ഒരാളെപ്പറ്റി നമ്മൾ പറഞ്ഞില്ല, അങ്ങനെ എല്ലാവരും തെറ്റുമ്പം പറയുമല്ലോ, അത് പതിവല്ലേ. അതുകൊണ്ട് അള്ളാഹു എല്ലാവരും നന്നാക്കട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും ഇതിനെ ഇല്ലാതാക്കാനൊന്നും കഴിയില്ലല്ലോ. ഇപ്പം പൂരൂരി നമുക്ക് തീരണയോണ്ട് ചീത്ത പറഞ്ഞു ഓരോരുത്തർ. അങ്ങനെ പറയണല്ലോ എത്രണ്ട്. ചീത്ത പറയാത്തവർ കേൾക്കാത്തവർ അന്നാലും റസൂൽ ചീത്ത പറഞ്ഞില്ലേ? പക്ഷെ നമ്മളതുപോലല്ലേ, നമ്മളൊരുപാട് തെറ്റുകളുള്ളവരാ, നമ്മൾ മത്സമ്യങ്ങളൊന്നുമല്ല. ആ തെറ്റ് പറഞ്ഞാലും ഞാൻ പറയും അവർക്ക് അള്ള പുറത്ത് കൊടുക്കട്ടെ. ചില ആൾ പൊരുത്തപ്പെടിക്കാൻ വരുന്നുണ്ട്. എന്താണ് ഞാനും പറഞ്ഞു എൻ്റെ പൊരുത്തപ്പെടും. അതെല്ലാം അന്നേ പൊരുത്തപ്പെട്ടോ, ഞാൻ ആരോടും ജീവിലാക്കും. അവർക്കെല്ലാം അള്ള പുറത്ത് കൊടുക്കട്ടെ എന്ന് പറയുള്ളൂ. ഇപ്പോഴും അത് തന്നെ പറയും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ സിഹറും പാരണും ചെയ്യല്ലേ. ദർസുകൾ കുട്ടികൾ നിൽക്കണില്ല, അവർക്ക് സൊക്കട് ഉന്മാരല്ലേ. വലിയൊരു ദർശന എന്നോട് വന്ന് പറഞ്ഞാൽ അവിടെ സിഹറിൽ കുട്ടികളെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞടോ അനെ അവിടെ കയറിയും വേറെ കൊടുത്തു. പിന്നെ സൊക്കടില്ല, തീർന്നു. പിന്നെ ആ സൊക്കട് മാറി. എനിക്ക് സ്വന്തം സിഹർ ചെയ്തിട്ടില്ലേ? ഉള്ളാളത്തെ റൂമിൽ വരെ സിഹർ ചെയ്ത് വെച്ചു. അല്ലാഹു പറഞ്ഞ ആ സാഹിര്യങ്ങൾക്ക് ഒരാളെയും ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ ഇതിലില്ലാതെ. മരക്കണി ജിന്ന് ഒരു ജിന്നുണ്ട്, അവിടെ എല്ലാവരും ഇരിക്കുമല്ലോ, എല്ലാവരും പോണല്ല. ഞാൻ അങ്ങനെ ജിന്നിൻ്റെ അടുത്തൊന്നും പോയില്ല. അതിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് വയറുണ്ടാകാൻ പോയപ്പോൾ എൻ്റെ കാറിൽ ഈ ജിന്നുള്ള ആൾ വന്ന് കയറി. അപ്പോൾ അയാൾ തക്കച്ച് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോയിക്കൂടെ. ഞാൻ പോണ പോക്കല്ലേ, കുടിക്കാനല്ലേ. പെണ്ണുങ്ങൾ വരെ വന്നില്ല, വയസ്സിന് പോയേ. നമ്മൾ ആ കാറിനുണ്ട് പോകുന്നില്ലേ. അതൊന്നും വേണ്ട, നിങ്ങളെ ജിന്ന് അതറാവുമെന്ന് ചോദിച്ചു. അതറാവും. അങ്ങനെ ജിന്നുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ആ ജിന്നും ഞാനായിട്ട് കുറച്ച് പരിചയമുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ ആ ജിന്നിനോട് പറഞ്ഞപ്പോൾ ജിന്നിനൊരു ഭേദാണ്. ജിന്ന് പറയുന്നത് എനിക്ക് തങ്ങളോട് കുറച്ച് വർത്തമാനം പറയാനുണ്ട്. ഇപ്പോൾ പറഞ്ഞോളി, ഇപ്പം എനിക്ക് ഒഴിവാണല്ലോ, പറഞ്ഞോളി. അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ എങ്ങനെ പറയണോ? ഞാൻ ഉള്ളാളത്ത് വരും. നിങ്ങൾ ഉള്ളാളത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാവുമോ? അതുകൊണ്ട് നിങ്ങളെ അപ്പം ഞാൻ അയാളോട് പറഞ്ഞ്, ആ ജിന്ന് ഉള്ള ആൾക്ക് അന്നേരം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം അയാൾ വരുന്നെന്ന് പറഞ്ഞാൽ ആ വിസ്മ എന്നെ അറിയിക്കണം. അങ്ങനെ ഞാൻ അറിയിച്ചു. ഞാൻ കാത്തു. ജിന്ന് വന്ന് കയറി. അവിടെ നിന്ന് ഇസാമാരിയും ഡെല്ലയിലാണ് എത്തിയത്. അവിടെ നിന്ന് നിസ്കരിച്ച് എന്താക്കണ്ടി ഇവിടെ തന്നെ ഹാജറാകല്ലോ. അങ്ങനെ ഇന്നങ്ങ് ഹാജറായി. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ഞാൻ വിചാരിച്ച് ഈ കുഴപ്പം നമ്മൾ പാർട്ടി ആയതിൻ്റെ പേരിൽ വല്ലതും പറയാനായിരിക്കുന്നതാണ്. അപ്പോൾ അത് കുറേ കാലമായി. ഏതാണ് അന്നേ മുമ്പേ പറയണ്ടേ, അയാൾ പറഞ്ഞില്ലല്ലോ. അപ്പം അയാൾ പറഞ്ഞ് വേറൊന്നുമല്ല, ഇവിടെ ഒരുപാട് സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പുറത്തുള്ളതൊക്കെ ഞാൻ ആദ്യം നീക്കിയിരിക്കുന്നു. ഈ റൂമിൻ്റെ ഉള്ളിലും ചിലത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഇവിടെ വന്നാലല്ലേ കാണിച്ചു തരാൻ കഴിയൂ.
തങ്ങൾ കക്കൂസിൽ പോകുന്ന കക്കൂസിൻ്റെ ഇടഭാഗത്ത് എന്താ ഉള്ളത്? അവിടെ വലിയൊരു അമറുണ്ട്, അതിനെന്താ കിതാബുണ്ട്. അതിൻ്റെ ചോട്ടിലൊന്ന് നോക്കണം, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഓ നോക്കിക്കോളാം, പക്ഷേ ഞാൻ ഉടനെ വരാം. അത് നോക്കുന്ന ആൾ ഒതുകൊടുത്തിട്ട് വേണം നോക്കാൻ. ചിത്താന്മാരെ കൈയാണല്ലോ, ഓനിക്കും വല്ല അബദ്ധം വന്നുകൊണ്ടാണ്. അങ്ങനെ ഇറങ്ങി നോക്കി, അതിനുള്ളിലൊക്കെ നോക്കിയപ്പോൾ ആദ്യം ഒരു കൊയലെടുത്തുള്ളൂ. അത് അപ്പുറപ്പുറം നോക്കിയാൽ കാണുന്ന കൊയലാണ്. ഇപ്പോഴത്തെ കൊയലല്ലല്ലോ, കറണ്ടും ഒക്കെ ഉള്ള കൊയൽ, അതുപോലത്തെ മുസ്ലിം കൊയലാണ്, അതിലൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒന്നും കൂടി നോക്കി നമ്മളെ കാതിനുള്ളൂ. നോക്കിയപ്പോൾ ഒരു കൊയൽ കിട്ടി. ആ കൊയലിനെ അപ്പുറം ഇപ്പുറം അടച്ചിരിക്കണം. അതെടുത്ത് അവിടെ വെച്ച് ജിന്നാളായി. മുജാഹിദീങ്ങൾ ജിന്നും ശൈത്താനായിട്ട് കുടുങ്ങിയ വർത്താനം എല്ലാവരും അറിയില്ലേ? അത് ഞാനിപ്പോൾ പറയൊന്നും വേണ്ടല്ലോ. അപ്പം അത് ജിന്ന് പറഞ്ഞ് ഇത് ഉടച്ച് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു കടലാസിന് അപ്പടി തന്നെ പൊളിഞ്ഞ് അതിനൊന്നും ഒഴിവാക്കണ്ട. എന്നിട്ട് പുഴയിലോ കടലിലോ ഒഴിച്ച് കളി, തങ്ങൾക്കൊരു ചെയ്യും യോജിച്ചിട്ടില്ല ജിന്ന് പറയും. ഞാനങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെമ്പിൻ്റെ തകിട് കൊണ്ട് 2 തലക്കും എഴുതിയിട്ടുണ്ട്, ഹിന്ദുക്കളെ. അപ്പം ജപിച്ചു വെച്ചതാണ്. പക്ഷെ ഏത് ചെയ്താലും അള്ളാൻ്റെ ഇതിനുണ്ടെങ്കിലേ ഭരിക്കും. അള്ളാഹു എങ്കില്ല ഉണ്ട്. അല്ല സീതവൻ്റെ ഹദ്റത്തിലുമല്ലേ ഞാൻ, എൻ്റെ പണി എന്ത് നിസ്കരിക്കുന്നു പറഞ്ഞു കൊടുക്കലും ഒക്കെ അല്ലേ. കുറേ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും, ഇല്ലാന്നല്ല. എങ്കിലും ജിന്ന് പറഞ്ഞ അതിനെപ്പറ്റി ഞങ്ങൾ മേടിക്കേണ്ട ഒരു സീൻ ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് ജിന്ന് പറഞ്ഞ എനിക്ക് ഉറപ്പൊന്നുമല്ല. നിങ്ങളെ നമ്മളെ കാണാൻ പോലീസുള്ള ആളൊന്നുമല്ല, ജിന്ന് ഇൻസനെ കാണാൻ പോലീസുള്ളവരല്ല, നമ്മൾ തന്നെയാണ് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ജിന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തിനാ ദിവസമൊക്കെ നടത്തുന്നത്, കുറേ കാഴ്ചകളൊക്കെ അവിടെ ഇരുന്നപ്പോൾ അത് നിങ്ങളെ മധുഹബ, എൻ്റെ മധുഹബ അങ്ങനെയല്ല, എൻ്റെ മധുഹബ് ഞാൻ ഇൽമ കൊണ്ട് ചോരായിട്ട് മരിക്കണമെന്നാണ്. ഓ സമ്മതിച്ച് സാഷ്ടാംഗം പറഞ്ഞു പോയി. അങ്ങനെയാണ് എന്തായത്. എത്ര കുൽമാർ നടന്ന് എവിടെയും ഞാൻ പറയും, ഒരു കാലം ഉള്ളാളത്ത് ഒരു കാലം ട്രെയിനിൽ ഉള്ളാളക്കാർക്ക് തന്നെ ദേഷ്യം പിടിക്കൂലേ? ദേഷ്യം പിടിച്ചാൽ ഇരിക്കണ്ട പുല്ല് വരെ ഒന്നാരും കണ്ടുവെച്ചാൽ ചെയ്തില്ല. ഇപ്പം CM അയാൾ ഒരിക്കലും ഉള്ളാളത്ത് വന്നിട്ട് ഉറൂസിൻ്റെ വാദന എല്ലാവരും വരില്ല, എന്നാൽ അയാൾ മന്ത്രിയാണ്. അതാ പറഞ്ഞത് എനിക്കും കിട്ടിയെന്ന് കുരുത്തക്കള്. ഞാൻ പറയുന്നില്ല, ഇയാൾ അവിടെ ഒന്ന് പറഞ്ഞ ചോരം പ്രസംഗം ചെയ്തു. എത്ര എല്ലാം വരുമാനമുള്ള സ്ഥലത്ത് ഒരു യത്യം ഖാനും കൂടിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ചോറ് കഴിക്കുന്ന അവസരത്തിൽ എല്ലാവരും ഉണ്ടാക്കൂട്ടത് അല്ല, നിങ്ങൾ യത്യം ഖാനമാണെന്ന് പറഞ്ഞല്ലോ. യത്യം മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം ആരുമേയില്ല. മുസ്ലിം ഭരണകൂടമുണ്ടെങ്കിൽ അവർ നോക്കും, അവർക്ക് അതിൻ്റെ ഫണ്ട് തന്നെ വരുന്നുണ്ട്. ഇല്ലെങ്കിലോ അതാത് സ്ഥലത്തുള്ള യത്തീമുകളെ അവിടെയുള്ള മയാസിറുൽ മുസ്ലിം കഴിവുള്ള മുസ്ലിങ്ങളെ മേൽ നിർബന്ധമാണ്. ഒരു മക്കാമിൻ്റെ പിരിവ് അത് ജനമാക്കണം. എവിടെയുള്ളത് അവിടെ ശരയുടെ നിയമന്ത്, അവിടെ മുത്തരിത്തായ ഉറുഫെന്താണോ അതുപോലെ നടന്നോളണം. ഇതൊരു മന്ത്രിൻ്റെ മുമ്പിൽ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് ദഹിക്കുമോ? അത് അയാൾ അപ്പുറം പോയിട്ട് പറഞ്ഞ് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ തങ്ങളും കുറച്ച് മേമ്പറമാരും തിന്നാണ്. നാട്ടിലെ മണിയത്തി പോത്തും മന്ത്രിസ്ഥാനല്ല, അത് പോയി. മന്ത്രിസ്ഥാനെന്ന് പോയതാ. അതാ പറഞ്ഞ് എനിക്കും കിട്ടിയെന്ന് കുരുത്തക്കേട് നടന്ന. നമ്മൾ കുരുത്ത കൊടുത്തത് ഇല്ല പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഉള്ളത് ആരോടും പതിയെന്ന് ചെയ്യും. അതിനുള്ള ഹിമ്മത്ത് അല്ലാഹു എനിക്ക് തരട്ടെ, ഇനി ഉണ്ടാകട്ടെ. അതിനല്ലാതെ കണ്ട് നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെ ആരെന്തല്ല, ഞാൻ മയസുമല്ല, ഒരുപാട് തെറ്റി അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. നമ്മളും ധാരിക്കും, തെറ്റുകുറ്റമൊക്കെ ഉണ്ടാവും. വലിയ ആബിദൊന്നും അല്ല, കഴിയുന്നത്തെ നമ്മളെ നിസ്കാരം താജ്ജുദൊക്കെ കഴിയുന്നത്തെ ചെയ്യും, അത്രേ ഉള്ളൂ. ചിലവർ വിചാരിക്കും നമ്മൾ ഇത്ര പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞ നേരം വെളുക്കുന്നേ സുബഹിസ്കരിച്ച് പുറപ്പെടാണെങ്കിലും പിന്നെ ഖുർആൻ ഓതിയിരിക്കും. അതിൻ്റെ പതിവാണ്. എൻ്റെ വദീഫകൾ ഞാൻ വിടാറില്ല.
ഒരു ദിവസം ഖുർആൻ ഓതുന്നത് ഞാൻ ഒഴിവാക്കില്ല. അവരെ വിട്ടാൽ പിന്നെ സമയത്ത് അത് അതിനുള്ള ആഫിയത്തും ഉണ്ടാവണം. അല്ലെങ്കിൽ അള്ളാഹു നമ്മൾക്ക് തോഫിക്കാവുന്ന നേരത്തെ അത്രേ എനിക്ക് വേണ്ടത്. ഇനിയിപ്പോൾ എന്താ അവിടെ വേണ്ടത്? സംഭാവന കൊണ്ടാ ഈ ദർസിൻ്റെ സംഭാവന ഒന്നും ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ പിന്നെ തരൂ, എൻ്റെ പൈസ ഇപ്പം തരാൻ കിസയില്ല. എല്ലാ മാരക രോഗങ്ങളെ തൊട്ടും നമ്മളെയും കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും എല്ലാം നീ കാക്കണേ റഹ്മാനെ.